കാണാൻ പോകുന്ന വീട് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീടാണ്, പ്രത്യേകിച്ച് അതിന്റെ ഇന്റീരിയേഴ്സ് കാണാൻ. വീടിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് സരിഗമപ്പ അതുപോലെ സ്റ്റാർ സിംഗർ ഷോയിലൂടെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മിഥുൻ ജയരാജ്. ഞാനും ഒന്നാണേ കാലം തന്ന നിധിയാണേ. മിഥുന്റെ പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു വീട്, മണ്ണിന്റെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്താ ഇത്? ഇതൊക്കെ മിഥുൻ ചേട്ടന്റെ മാത്രമാണോ അതോ എല്ലാവരുടെയും ഉണ്ട്? അവളുടെ ഉണ്ട്, മോളുടെ ഉണ്ട്. ചുമരുകളുള്ളത് ബെഡ്റൂമുകൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഫുൾ ഓപ്പൺ ആണ്. അപ്പൊ കാറ്റ് കയറും. ഇതാണ് മിഥുൻ ചേട്ടന്റെ പണിപ്പുര, പാട്ടുപുര. ഇതിന് കയറുമ്പോ തന്നെ ഒരു ഡിവൈൻ എനർജി ഉണ്ട് കേട്ടോ. ഇത്രയും ഹൈറ്റില് വീട് എടുക്കാനുള്ള ഒരു ഐഡിയ എങ്ങനെയായിരുന്നു? കാരണം അതുകൊണ്ട് ചൂട് കുറവല്ലേ. 2 മേൽക്കൂര മാറ്റിയിട്ടേ ഒറ്റ ഇതിനകത്ത് ഫുള്ളെല്ലാം ഒതുക്കുക, അത് വാജിതായിരുന്നു. പിന്നെ ഹൈറ്റ് കൂടുന്നത് നമുക്ക് ചൂട് ഹോട്ട് എയർ മേലേക്ക് പോകും, അതിനൊരു വെന്റിലേഷൻ മേലെ. ഈ വീടിന് മൊത്തത്തിൽ എത്ര ഒരു ബഡ്ജറ്റ് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ആവറേജ് ഒരു ഇതുപോലെ പണിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിലാ എക്സാക്ട് പറയണ്ട, ഏകദേശം ഒരു അണ്ടർ 40. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യലില് ഇന്നൊരു ഹോം ടൂർ ആണ്. സോ നിങ്ങൾ കാണാൻ പോകുന്ന വീട് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീടാണ്, പ്രത്യേകിച്ച് അതിന്റെ ഇന്റീരിയേഴ്സ് കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഈ വീടിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലയാളം പിന്നണി ഗാന രംഗത്ത് തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്. ആൻഡ് അതുപോലെ തന്നെ ഒത്തിരി അധികം സിനിമകളിൽ നമുക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ആൻഡ് ദെൻ ദിസ് ഇസ് നൺ അതർ ദാൻ സരിഗമപ്പ അതുപോലെ സ്റ്റാർ സിംഗർ ഷോയിലൂടെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മിഥുൻ ജയരാജ്. അപ്പൊ മിഥുൻ ചേട്ടന്റെ വീട് നമുക്കൊന്ന് കാണാം. കേറി വരുമ്പോ തന്നെ ഇവിടെ തന്നെ പാട്ടുപുര എന്നാണ് എഴുതിയിരിക്കണത്. യെസ്, മിഥുൻ ആൻഡ് ഇന്ദു അവരുടെ ഒരു കോമ്പിനേഷനിലാണ് എനിക്ക് തോന്നുന്നു ഈ വീട് മൊത്തം ഒരു മ്യൂസിക്കൽ ജേർണിയാണ്. നമ്മൾ ആക്ച്വലി കുറച്ച് ലേറ്റ് ആയി, ചേട്ടനെ ഒന്ന് കാണാം, അധികം വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട. ഓക്കെ, തുറക്കുന്നു. ഹലോ, നെറ്റൊക്കെ ഉണ്ടല്ലോ. അതെ അതെ, ബൈക്ക് വെച്ചോ. കേറാലോ. ഓ മൈ ഗോഡ്. ഹായ്. എവിടെ എല്ലാരും? എല്ലാരും ഓരോ ഭാഗത്തുണ്ട്, വിളിക്കാം. ഓക്കെ, വീട് കണ്ടപ്പോ തന്നെ ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയി. കാരണം ഇതിന്റെ ഇന്റീരിയർ എന്തൊരു സ്പെഷ്യലാ. എവിടെ നിന്ന് ഇങ്ങനെ ഒരു ഐഡിയ? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എഞ്ചിനീയറിന്റെ ഒരു പ്ലാനാണ് ഇതിൽ നിങ്ങളുടെ ഒരു ഐഡിയ. പക്ഷെ ഞാൻ ഇതുവരെ കാണാത്ത ഒരു വീടിന് ഒരു കഫേ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇല്ല, എന്നുവെച്ചാ എഞ്ചിനീയർ വാജിദ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം അവന്റെ ഒരു പോളിസി എങ്ങനെയാന്ന് വെച്ചാൽ ലോ ബഡ്ജറ്റ് വീടുകളാണ്, എന്നാൽ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ബ്രീത്ത് ചെയ്യുന്ന റീസൈക്കിൾ, റീയൂസ്, അങ്ങനെയല്ലേ, റെഡ്യൂസ്, അങ്ങനെ. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് അഴിച്ചു പൊളിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ പറ്റും. അപ്പൊ ഇതിന്റെ പരിപാടി എല്ലാം ഇന്റർലോക്കാ. അതായത് മറ്റേ കളിമണ്ണിന്റെ ഇതില്ലേ, അതാ. അപ്പം എല്ലാം ഏകദേശം ഒരു ഇതിന്റെ ഒരു ഉരുക്കൊണ്ട് പോവാൻ പറ്റുന്ന വീടാല്ലേ. അത് ഭയങ്കര സ്പെഷ്യലായി പോയി. സാധാരണ നമ്മൾ കാണുമ്പോ ഭിത്തിയിൽ വരെ ടൈൽസാ സാധാരണ ഉണ്ടാവുക. ഇതൊക്കെ നല്ല മണ്ണാണ്. ബ്രിക്ക് എന്ന് വെച്ചാൽ കളിമണ്ണില്ലേ, മണ്ണ് കംപ്രസ് ചെയ്തിട്ട് ഇന്റർലോക്ക് ആക്കിയിട്ട് ചെയ്യില്ലേ, അതാണത്. ശരിക്കും ഈ വാജിദ് റഹ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഐഡിയ ആണോ ഇത് മൊത്തം? അത് നിങ്ങളെ കോൺട്രിബ്യൂഷൻ എന്താ? വാജിന്റെ വീടുകൾ ഉണ്ടാക്കിയ വീടുകൾ എനിക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കുറച്ചും കൂടെ ഒരു ഏർത്തി ടോണുള്ള, ബ്രീത്ത് ചെയ്യുന്ന, കാറ്റും വെളിച്ചവും കയറുന്ന പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലങ്ങളാണ്. അപ്പൊ അപ്രോച്ച് ചെയ്തപ്പോ ഇച്ചിരി മടിയനാണ്. അവസാനം അതിന് ഈ വീട് കണ്ടിട്ട് കുറെ പേര് ചോദിച്ചിട്ട് അവൻ
ഒരുപാട് ആൾക്കാരോട് നോ പറഞ്ഞേക്കണേ. ആണോ? എനിക്ക് ഇനി കുറച്ചു നേരം വരയ്ക്കണം, ചിത്രം വരയ്ക്കാൻ പോവാ, അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു. അങ്ങനെ. പിന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ അതൊക്കെ ഇന്ദുപ്രസാദിന്റെ ആണ്. ആണ്. അപ്പൊ ഇന്ദു ചേച്ചി എവിടെ? ഹായ്, ബിസി ആണോ ചേച്ചി? ഈ വീടിന്റെ ഒരു കളർ തീമേ ചേച്ചിയുടെ ഐഡിയ എന്ന് പറഞ്ഞു. അപ്പം കട്ട എല്ലാം ഈ കളർ തീം ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. ഒന്നില്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പെയിന്റ് ആണ് എപ്പോഴും നമ്മള് വീടിന് പ്രിഫർ ചെയ്യാറ്. പക്ഷെ എനിക്ക് ഈ കളേഴ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഈ ഐഡിയയിലേക്ക് എത്തിയത് ഈ ഒരു കളർ തീം? ഇത് ആക്ച്വലി നമ്മുടെ ടൈല് മാത്രമേ ഉള്ളൂ എന്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. ബാക്കി മിഥുന്റെ പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു വീട്, ഒരു മണ്ണിന്റെ മണം. നമ്മള് പറയില്ലേ, നമ്മുടെ ആർട്ട് ആണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും നമ്മുടെ ആർട്ട് പുറത്ത് കാണിക്കുന്നത് നമ്മുടെ സ്വഭാവം എന്ന് പറയും. അപ്പൊ ഒരു വീടൊരു ആർട്ടിസ്റ്റിന്റെ വീടാവണം എന്നുള്ളത്, അതായത് എനിക്കൊരു പ്രോപ്പർ ഒരു ബോക്സ് വേണ്ട എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഒരു സഫോക്കേഷൻ വേണ്ട. ഓക്കെ. ഈ വീടിന്റെ പേര് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ ഒരു കരിയർ ആയിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന ഒരു പേരാണല്ലേ, പാട്ടുപൂര. ഈ പേരെങ്ങനെ, ആരാ ഈ പേരിന്റെ ഒരു ഫസ്റ്റ് മുതലാളി ആരാ? ഇല്ല, ഞങ്ങൾ രണ്ടാളും പാട്ടുകൊണ്ട് ജീവിക്കുന്നതാണ്. അപ്പൊ പാട്ടുകൊണ്ടാണ് ഈ വീട് ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ വന്ന ഐഡിയ. പുര എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടില് എന്നുള്ള അർത്ഥമാണ്. അപ്പം നാട് കണ്ണൂരാണ്. ചേച്ചി ഞാൻ എറണാകുളം കാര്യമാണ്. അപ്പൊ കണ്ണൂരിൽ നിന്നാണ് ഈ പുര വന്നത്. അപ്പൊ ദച്ചുട്ടിയുടെ കോൺട്രിബ്യൂഷൻ എന്താ ഈ വീട്ടില്? കിളിയായിരിക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ശ്രദ്ധിച്ചു. ഞാൻ വിചാരിച്ച അച്ഛനും അമ്മയായിരിക്കും ഇതിനെ പരിപാലിച്ച് നോക്കി വളർത്തുന്നത്. ആണോ? ഫുള്ളി ഇതിന്റെ പുറകെയാണ്. പേരെന്താ? വലുതിന്റെ പേര് മിനി, അത് 2 years ഓൾഡറാ. ഇപ്പൊ ചെറുത് സുലു. കാണാൻ പറ്റുമോ നമുക്ക്? ദച്ചുട്ടിയുടെ അടുത്ത് എടുത്താ വരുമോ? ഒന്ന് എടുത്തു നോക്കോ? കൊത്തൂലാത്തതിന് മാത്രം എടുത്താ മതി. എന്നാ ഓക്കെ, വേണ്ട. ഇത് എങ്ങാനും കൊത്തിയാലോ? പാനിക് ആവുന്നുണ്ട്. ഇപ്പൊ ദച്ചുട്ടിയുടെ സമയം പോണത് ഇപ്പൊ വെക്കേഷൻ അല്ലേ? സമയം പോണത് കിളികളെ നോക്കിട്ടാണോ? നാട്ടിൽ പോയതായിരുന്നു. മാർച്ച് 22 പോയിട്ട് 1.5 മാസം കഴിഞ്ഞിട്ടാ വന്നത്. പാട്ട് അപ്പൊ പഠിപ്പിക്കും. അവള് പഠിപ്പിക്കുന്നുണ്ട്, കാർത്തിക പഠിപ്പിക്കുന്നുണ്ട്. കാർത്തിക വൈദ്യനാഥ്. ഓക്കെ. അപ്പൊ ചേട്ടന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോണു. ഇപ്പം ഫിനാലിയോട് അടുത്തോണ്ടിരിക്കുക. സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ഷോയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫിനാലെ കാണുന്നില്ലല്ലോ. സരിഗമപ്പയ്ക്ക് ശേഷം പിന്നെ ഞാൻ സ്റ്റാർ സിംഗറിന്റെ സീസൺ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് എല്ലാം കൂടെ എന്റെ വർക്കും, ഞാൻ ആക്ച്വലി ടീച്ചറാണ്. അപ്പൊ ആ ക്ലാസ്സുകളും പിന്നെ എല്ലാം കൂടെ പെൻഡിങ്. കുറച്ചൊരു ബ്രേക്ക്. മ്യൂസിക് ടീച്ചറാണ്. ഓക്കെ. ഓൺലൈൻ ആയിട്ടാ? രണ്ടും ഉണ്ട്, ഓൺലൈനും ഓൺലൈനും ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് വീടൊന്ന് മൊത്തത്തിലൊന്ന് കണ്ടാലോ? എനിക്ക് സോഫയുടെ കളേഴ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ടൈൽസും ടൈൽ ആക്ച്വലി ഇത് പറയണോ ഇതിനെ പറ്റിട്ട്? നമ്മുടെ ആത്തൻകുടി എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഹാൻഡ് മെയ്ഡ് ടൈൽസ് ആണ്. സത്യത്തിൽ ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചോ നിങ്ങൾ? പോയി എന്നിട്ട് അവിടെ അവരുടെ അടുത്ത് പോയി. ഇതൊരു കുടിൽ വ്യവസായമാണ് അവിടെ. ഇത് ആക്ച്വലി പോയി ഉണ്ടാക്കി കാണുന്നത് ഭയങ്കര രസമാണ്. അത് അവര് ഇപ്പൊ 2000 കല്ലുണ്ടെങ്കിൽ 2000 കല്ല് അവര് കൈ കൊണ്ട് ഉണ്ടാക്കണം. അത് മറ്റേ സിമെന്റ് ഒക്കെ ഒഴിച്ച് ഇത് വെച്ച് അതുപോലെ ചെയ്യണം. പക്ഷെ സാധാരണ നമ്മളൊരു ബാത്റൂം ടൈലിന്റെ വില പോലും വരില്ല. അതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ എന്താ? ഇതൊക്കെ മിഥുൻ ചേട്ടന്റെ മാത്രമാണോ അതോ എല്ലാവരുടെയും ഉണ്ട്? അവളുടെ ഉണ്ട്, മോളുടെ ഉണ്ട്. അത് ഇതൊക്കെയാന്നൊക്കെ ചോദിക്കുന്നത് എല്ലാവരുടെയും. ചേട്ടന്റെ സ്പെഷ്യൽ ഏതാ അവാർഡുകൾ? ഇത് ഫസ്റ്റ് മിർച്ചി അവാർഡ് നമ്മുടെ എന്തേ മുല്ലേന്ന് പറഞ്ഞ ഇതിലെ പാട്ട്, ആനന്ദിന്റെ പാട്ട്. മറ്റേത് വിശേഷം നീയും, മറ്റേത് സൈമ ഉയരെ മിന്നൽ മുരളി, കൃപാകരയാണ്. 101 days. ഇത് ഭയങ്കര സ്പെഷ്യലായി. ഇതൊരെണ്ണം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടിയത്. അതൊരു എന്ത് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയ അവാർഡ് അത്? അത് ഞങ്ങളുടെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ നടക്കും എല്ലാ വർഷവും. അതിന് ഫസ്റ്റ് പ്രൈസ് ഒക്കെ ഉണ്ടല്ലോ.
മേളുണ്ട്. The insignificant. ഓക്കെ ഓക്കെ. അവിടെ ഞാനൊരു ഫോട്ടോ കണ്ടു, അതെന്റെ കണ്ണില് ഉടക്കി. അതാരാണ് ആ ഇരിക്കുന്ന അദ്ദേഹം? ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അടുത്താണ് പഠിച്ചത്. ഓ, ഗുരു ദക്ഷിണാമൂർത്തി സ്വാമിയാണ് അല്ലേ? സ്വാമിയുടെ അടുത്താണ് പഠിച്ചത്. അത് ഓക്കെ. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ സ്വാമിയുടെ അടുത്താണ് അപ്പൊ ആ പഠിച്ചത്. ഫോട്ടോ ഭയങ്കര സ്പെഷ്യൽ ആണ്. 1-2 ഫോട്ടോ ഉള്ളൂ, ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഇന്നത്തെ പോലെ നമ്മുടെ ഫോണോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള പരിപാടി, ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ക്യാമറ വേണം, മറ്റേ എന്താണ് മറ്റേ ഫിലിമുള്ള ക്യാമറ. അപ്പൊ അങ്ങനെ ഒരു അധികം ഫോട്ടോസ് ഇല്ല എന്റെ കയ്യിൽ. പക്ഷെ പഠിച്ചിട്ടുണ്ട്. ഒരു 98 മുതൽ 2013 വരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ മെമ്മറീസ് ഉണ്ട്, ഫോട്ടോസ് ഇവിടെ കേറി വരുമ്പോ തന്നെ. ഇതൊക്കെ ബുദ്ധന്റെ ഇതാണോ നിങ്ങൾ? ഇതൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോ കളക്ട് ചെയ്യണതാ. അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്ലാൻ ആയിട്ടല്ല, ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എന്തെങ്കിലും ഒരു സുവനീർ, അത് പല സ്ഥലത്തു നിന്നുള്ളതാ. ഇപ്പം ഓരോന്നും ഇത് മറ്റേ തഞ്ചാവൂർ പോയ സമയത്ത്, പിന്നെ ഇത് ഫിലഡൽഫിയ, ഇത് US പോയ സമയത്ത്, അങ്ങനെ ഓരോ സ്ഥലത്തും മറ്റത് ആഫ്രിക്കൻ ഇത് അങ്ങനെ ഓരോന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഓരോ സ്ഥലത്തുനിന്ന് പോകുമ്പോ എന്തെങ്കിലും സാധനം വലുതൊന്നും മേടിക്കില്ല, ഒരു ചെറിയൊരു സാധനം മേടിക്കും, എന്തെങ്കിലും ഒരെണ്ണം. എന്നാൽ ഇപ്പൊ ഈ വീടിന് മൊത്തത്തിൽ എത്ര ഒരു ബഡ്ജറ്റ് പറയാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ ഒരു ആവറേജ് ഒരു ഇതുപോലെ പണിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിലാ എക്സാക്ട് പറയണ്ട, ഏകദേശം ഒരു under 40. അത് സോ നൈസ്. അത് ഇതല്ലാണ്ട് കേട്ടോ, നമ്മുടെ ഫേർണിച്ചേഴ്സ് ഒന്നും ഇല്ലാണ്ട് ഇന്റീരിയേഴ്സ് ഉൾപ്പെടെ അല്ലേ? ഇന്റീരിയേഴ്സ് ഉൾപ്പെടെ 40 ഉൾപ്പെടെ ഈസി ആയിട്ട് തീരും. ഓക്കെ, നമുക്ക് അകത്തേക്ക് പോവാം. കയറി ചെല്ലുമ്പോ തന്നെ ഒരു ഓപ്പൺ ഡൈനിങ് ആണ്, നല്ല അടിപൊളി ക്യൂട്ട് ഡൈനിങ്. നിങ്ങൾ കുറച്ച് പേരാളുണ്ട് സ്മോൾ ഡൈനിങ്. ഇത് ആക്ച്വലി വലിയ ടേബിൾ ആയിരുന്നു. ഞങ്ങള് തലശ്ശേരി വീട്ടിലത്തെ മേശയായിരുന്നു. ഓക്കെ, ഇവിടുത്തെ സൗകര്യപ്രകാരം ചെറുതാക്കി. ഓക്കെ. പിന്നെ ആകെ ചുമരുകളുള്ളത് ബെഡ്റൂമുകൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ശ്രദ്ധിച്ച, ഫുൾ ഓപ്പൺ ആണ്. അപ്പൊ കാറ്റ് കയറും. അതെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി ഇതെന്താ ഇത് ഫ്രണ്ട്സ് വാളാ. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും മൊമെന്റ്സ് ഒക്കെ ഉള്ള ഇനിയും കുറെ ആൾക്കാരുണ്ട് അതിനകത്ത്. അത് ഇങ്ങനെ ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് അപ്ഡേഷൻ അല്ല. ഇതിലാണ് കൂടുതൽ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യാറ്? ഊഞ്ഞാലിരിക്കും. ഓക്കെ, ഇതിലൊരു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടൊരു ഫോട്ടോ ഏതായിരിക്കും? അങ്ങനെ പറയാൻ ഏറ്റവും പ്രാധാന്യമുള്ള ആളുകളാണ് ഇതിന്. അങ്ങനെ ഒരാളെ എല്ലാരും ഈ പറഞ്ഞ പോലെ മെൻ ഹാവ് ഡിഫറെന്റ് ബോക്സസ് ഫോർ എവറി പീപ്പിൾ എന്നാണ്. അപ്പൊ അത്ര സ്പെഷ്യൽ ആണ്. എല്ലാവരും സ്പെഷ്യൽ ആണ്. വയ്ക്കാനുണ്ട് കേട്ടോ, വെക്കാൻ ഒരുപാട് പേരുണ്ട്. ഉണ്ണിമേൻ സാറുണ്ട്, രാകേഷ് ചേട്ടനുണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുടെ ഫോട്ടോസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ വേറൊരു സ്പെഷ്യൽ ഫോട്ടോ. ഇത് ആരുടെയാണ്? ചുട്ടിയുടെ പഠിച്ചോണ്ടിരിക്കായിരുന്നോ? അല്ല. ഓക്കെ, ഈ ഒരു ഐഡിയ, അതായത് ശരിക്കും വീടിന്റെ ഉള്ളിൽ പുറത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട്. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ഇതും ആക്ച്വലി വീട്ടിനകത്ത് വേണം എന്നുള്ള ആളൊരു, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ആട്ടുകാട്ടിൽ ഇഷ്ടമാണ്. ഇതിപ്പോ വേസ്റ്റ് വന്ന ഈ പൈപ്പൊക്കെ ഇല്ലേ, ഈ പൈപ്പും വേസ്റ്റ് വന്ന ഈ പടിയുടെ മരത്തിന്റെ കഷ്ണമൊക്കെ വെച്ച് ഇത് വേസ്റ്റ് വന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയ സാധനമാണ്. ആകെ ഇതിന് ചെലവ് വന്നത് മരത്തിന്റെ ഈ അടിയിലുള്ള പൈപ്പ് കണ്ടോ, ഈ പൈപ്പിന്റെ ഇതിൽ വെച്ചിട്ട് പണിയൊക്കെ തീർന്നപ്പോഴത്തേക്കും ഇത് ബാക്കിയുണ്ട്, ഇതുകൊണ്ട് ചെയ്യാന്നുണ്ട്, അങ്ങനെ ചെയ്തു. ആകെ അതിന് ചെലവായിട്ടുള്ളത് ചങ്ങലക്കുള്ള പൈസ മാത്രമാണ്. ഓ, വെരി നൈസ്. അപ്പം ഇതില് റൂംസ് എത്ര റൂംസാ മൊത്തം നമുക്ക് വീട്ടിൽ? 4 റൂംസ് ആണ്. ഒരെണ്ണം ഞങ്ങള് ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, ബാക്കി 3 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് റൂംസ് ഓരോന്നായിട്ട്. അതിലും സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നി ഇത് ഈ പുറത്ത് കാണുന്ന ഇത് ബാൽക്കണി ആണോ? ഇതില്ല, കൈ കഴുകണ സ്ഥലമാണ്. ഓക്കെ, വാവ്. ഇവിടെ വീടിന് വരാന്തയില്ല, ശ്രദ്ധിച്ചില്ലേ? അപ്പൊ കുറച്ചും കൂടെ പ്രൈവറ്റ് ആയിട്ട് ഇരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ ഒക്കെ പറ്റിയൊരു സ്ഥലം എന്നുള്ള രീതിയിലാണ്. തയ്യൽ മെഷീൻ ആണല്ലോ, അതിങ്ങനെ എടുത്തു. മിഥുന്റെ ഐഡിയ ആയിരുന്നു ആണല്ലേ? ഇത് സ്റ്റോൺ വെച്ചിട്ടുള്ള വാഷ് ബേസിൻ. എല്ലാം ഭയങ്കര പെക്യൂലിയർ ആണ്. എല്ലാത്തിലും നമ്മൾ നോർമലി കാണുന്നതിലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്. ഇത് യൂസ് ചെയ്യാറുണ്ടോ? അകത്തുനിന്ന് മാറി പുറത്തേക്ക് വാഷ് ബേസിൻ. എല്ലാം ഭയങ്കര ക്രിയേറ്റീവ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദക്ഷിണാസ് മുറി അല്ലേ? വാ, കേറ്. കാണിച്ചതാ നമുക്ക് അവളുടെ മുറി, സാമ്രാജ്യം. ഇത് ആക്ച്വലി ഒരു ചെറിയൊരു അവളുടെ ഒരു
എന്താ പറയാ അവളുടെ ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ ഇപ്പൊ വാഷ്റൂമിന് എന്തായാലും നമ്മള് ബാത്റൂമിന് മേലെ ഒരു ഇത് ഇടണല്ലോ. അപ്പൊ അതൊന്നും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവൾക്ക് അവിടെയും ഒരു ബെഡ്, ബെഡും ഇതും ഒരു ബെഡ്, ഇച്ചിരി ഒന്ന് കളിക്കാനോ ഒക്കെ ഉള്ള സ്ഥലം വായിക്കാനോ അങ്ങനെ അവളുടെ ഒരു ഓൺ സ്പേസ് ബുക്സ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓ വെരി ക്യൂട്ട്. പറ എന്താ ഏറ്റവും കൂടുതൽ റൂമില് ടൈം സ്പെൻഡ് ചെയ്യണേ? അവൾ മിക്കവാറും ഞങ്ങളുടെ റൂമിലെ ടൈം സ്പെൻഡ് ചെയ്യാ. ഈ ബുക്സ് ഒക്കെ തെച്ചുട്ടി വായിക്കുന്നതാ? അതില് ചിലത് അപ്പയുടെ ഡാൻ ബ്രൗൺ ഒക്കെ എന്റെ ആയിരിക്കും. ഇരുന്ന് പഠിക്കാനും എല്ലാത്തിനും അല്ലേ? പഠിത്തമൊക്കെ പുറത്ത് തന്നെ. പക്ഷെ ഒരു റൂം 2-3 പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ചെറിയ റൂമല്ലേ? അതെ അതെ. പക്ഷെ തച്ചുട്ടിക്ക് ഇത് അല്ലേ ഈ പാവയൊക്കെ പറ, പേരൊക്കെ പറ. ഇതെനിക്ക് എല്ലാം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. ഓക്കെ, ഇതിനെ കെട്ടിപ്പിടിച്ച ഉറങ്ങണതൊക്കെ അല്ല ഇടയ്ക്ക്. ഓക്കെ, നല്ല ക്യൂട്ട് റൂമാണ്. നെയ്ബേഴ്സ് ഒക്കെ കളിക്കാൻ വരുമ്പോ പ്ലേ ഏരിയ. ഓക്കെ, ഇവിടെ കിടന്നാലും ഇത് വീഴില്ല. ഈ സാധനം ഈ നെറ്റ് അല്ലേ അത് സ്ട്രോങ് ആണ് ആക്ച്വലി. നമ്മുടെ സ്രാവിനൊക്കെ പിടിക്കണ സാധാരണ കടലിൽ പോണ മീൻ പിടിക്കണ വലയില്ല, അത്ര സ്ട്രോങ് ആണ് ആ വലയാണത്. അതിങ്ങനെ ടൈറ്റ് ആയിട്ട് കെട്ടി. ഇതൊക്കെ വാജിദാണ്. എല്ലാം വാജിദാണ്. ഓക്കെ ഓക്കെ. ആൻഡ് ഒരു കുഞ്ഞു ബാത്റൂമും ഉണ്ട്. ഇതൊക്കെ ആരാ തച്ചുട്ടി? ഇതെന്റെ ബെസ്റ്റി. സായു, സിത്താരയുടെ. ഓക്കെ, ഇതൊക്കെ ഫ്രണ്ട്സ് ആണ്. അവരാണ്. അത് ഫസ്റ്റ് എടുത്ത സെൽഫിയാണ് അത്. അവരുമായിട്ട് തന്നെ ഇങ്ങനെ ഫോൺ. വെരി നൈസ്. ഓക്കെ, ഇവിടുന്ന് തന്നെ എന്റെ അട്രാക്ഷൻ പോകുന്ന കിച്ചൺ ആവട്ടോ. പക്ഷെ നമുക്ക് അതിലേക്ക് ലാസ്റ്റ് പോവാം. ആൻഡ് ഈ ബെഡ്റൂം ഇത് അമ്മയുടെ ബെഡ്റൂമാ. ഓക്കെ, അപ്പം ഒരു ചെറിയൊരു ഇതും അങ്ങനെ ഒരു സ്പേസ്. വെരി നൈസ്. അമ്മ എന്ന് പറയുമ്പോ എന്റെ അമ്മ. ഓ, മിഥുൻ ചേട്ടന്റെ അമ്മ. ഓക്കെ, അതാ ഫോട്ടോ ഉണ്ട്. ഫോട്ടോ അച്ഛൻ, അങ്ങനെ രണ്ടുപേരും. ഓക്കെ, ഇതാണോ പഴയ മിഥുൻ ചേട്ടൻ? ഈ ഫോട്ടോ ആർക്കും കിട്ടാത്തൊരു പീസ് എവിടെ ഞാൻ കണ്ടിട്ടില്ല. സൂം ചെയ്തെടുത്തോ? സൂം ചെയ്തെടുത്തോ? +2 ആണ്. 18 വയസ്സ്. ഈ അങ്കിള് മാമുക്കോയുടെ ഫേസ് ആരെയും പറഞ്ഞിട്ടുണ്ടോ? പറയാറുണ്ട്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ അച്ഛന് സുഖമില്ലാതിരുന്ന സമയത്താണ്. ഭയങ്കര വീക്കാണ്. പിന്നെ ഒരു വർഷം കൂടെ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ. അപ്പൊ അമ്മ ഇടയ്ക്കേ വരാറുള്ളൂ? അമ്മ അല്ല, അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയാ. ഇവിടെ തന്നെയാ. ഇപ്പം നാട്ടില് മഴക്കാലത്ത് ഇങ്ങോട്ട് വരും. മഴക്കാലത്ത് വരും. അപ്പം ഇപ്രാവശ്യം വിഷു ഞങ്ങൾ എല്ലാരും അവിടെയായിരുന്നു. മോൾ അവിടെ തന്നെയായിരുന്നു. വന്നോളൂ. കണ്ണൂരാണോ ഇഷ്ടം കൊച്ചിയേക്കാളും? ഇവിടെ ആരും കളിക്കാൻ ഇവിടെ കൊറേ കുട്ടികളുണ്ട്. ഉണ്ട്. ഓക്കെ, ബാ നമുക്കപ്പം എന്റെ കണ്ണു പോയ ഏരിയയിലേക്ക് തന്നെ നമുക്ക് പോവാം. കിച്ചൺ അടിപൊളി. ഐഡിയ ആണ് കേട്ടോ. വൈറ്റ് കളർ വേണം. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. സാധാരണ വൈറ്റ് നമുക്ക് പെണ്ണുങ്ങൾക്ക് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴേ ഭയങ്കര പണിയല്ലേ ഇത് തുടച്ച് ഇത്രയും നീറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ. ഓപ്പൺ കിച്ചൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വൈറ്റ് കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയുണ്ട്? എന്ത് ചേച്ചി തന്നെ പറയൂ. കുറച്ച് പണിയാ, എപ്പോഴും തുടച്ചോണ്ടിരിക്കണം. പെട്ടെന്ന് തുടച്ച് കഴിഞ്ഞ് നമുക്ക് ഭയങ്കര ഒരു അതെ അതെ, ഇങ്ങനെ നീറ്റ് ആയിട്ട് കാണുമ്പോ ഒരു ഇതാണ് അല്ലെ. ഇതൊക്കെ ഇത് കബോർഡ്സ് കൊറേ കബോർഡ്. ഒന്നാമത് ചെറിയ സ്ഥലമല്ലേ, ഒരുപാട് ഇങ്ങനെ ബോക്സ് വെച്ചില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ഇതിനകത്ത് ക്രോക്കറി അതിന്റെ ഉള്ളില് ഇത് ഇതിന് കൊള്ളാവുന്നതുള്ളൂ. പക്ഷെ നിങ്ങൾ കൊള്ളിച്ചു അല്ലേ? നീറ്റ് ആയിട്ട് തന്നെ കൊള്ളിച്ചു. ഓക്കെ, ഇന്ദു ചേച്ചി ഉണ്ടാക്കി തരുന്നതിലെ സ്പെഷ്യൽ ഐറ്റം എന്താ? ആര് ബെസ്റ്റ് കുക്കാരാ? മോള് വെറുതെച്ചോട്ടി പറയട്ടെ, ആര് ബെസ്റ്റ് കുക്ക് ചെയ്യോ? എന്നാൽ ബെസ്റ്റ് ആരാ? അങ്ങനെയൊന്നുമില്ല. എന്നാ ഓക്കെ, അമ്മ ഉണ്ടാക്കുന്നതിൽ ഇഷ്ടമുള്ള ഒരു ഫുഡ് എന്താ? എല്ലാം ഇഷ്ടമാണ്. എപ്പോഴും ഉണ്ടാക്കി തരാൻ പറയുന്ന ഒരു ഫുഡ് ഏതാ? ടൊമാറ്റോ റൈസ്. അതാണ് സ്പെഷ്യൽ. അച്ഛന്റെയോ? പിസയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടാവും. പിസ്സ ഉണ്ടാക്കും. ബേക്കിംഗ് ഇഷ്ടമാണ്. ഗ്രില്ല് ചെയ്യണ ഇഷ്ടമാണ്. മൾട്ടി ടാലന്റഡ് ആണ്. ഓക്കെ, ഫ്രിഡ്ജിൽ കാണുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ ഇത് ഓരോ സ്ഥലത്ത് യാത്ര ചെയ്യണതിന്റെ സുവനീറുകൾ ഓരോന്നോരോന്ന് മെമ്മറീസ് കളക്ട് ചെയ്ത് വെച്ചത്. ഓക്കെ, ആൻഡ് പുറത്ത് നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട്. അത് അങ്ങനെ. ഓക്കെ, ഇതൊക്കെ മറ്റേ ഡ്രീം ക്യാച്ചർ സംഭവങ്ങളല്ലേ? ഞങ്ങള്
നമ്മളെ ഫ്രണ്ട്സ് ഇത് ഹൗസ് വാമിങ്ങിന് എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തത്. ഓക്കെ. ഇതൊക്കെ ഞങ്ങള് ഇത്രയും ഹൈറ്റില് വീട് എടുക്കാനുള്ള ഒരു ഐഡിയ എങ്ങനെയായിരുന്നു? കാരണം അതുകൊണ്ട് ഒരു ചൂട് കുറവല്ലേ? ആ 2 മേൽക്കൂര മാറ്റിയിട്ടേ ഒറ്റ ഇതിനകത്ത് ഫുള്ളെല്ലാം ഒതുക്കുക, അത് വാജിതായിരുന്നു. പിന്നെ ഹൈറ്റ് കൂടുന്നത് നമുക്ക് ചൂട് ഹോട്ട് എയർ മേലേക്ക് പോവും. അതിനൊരു വെന്റിലേഷൻ മേലെ ഇട്ടിട്ടുണ്ട്. അത് ഓപ്പൺ, അത് കണ്ടോ അവിടെ മേലെ അങ്ങനെ ഇച്ചിരി ഇത് പോവും. മഴ പെയ്യുമ്പോ പ്രശ്നമൊന്നുമില്ല. മുകളിൽ ചില്ലിട്ടിട്ടുണ്ടോ? ഗ്ലാസ് ആണ്. ഇത് ഗ്ലാസ്സാ. ഓക്കെ. ഇത് ആദ്യം ഈ ഡിസൈൻ ഉണ്ടായിരുന്നില്ല. ഇത് ഞങ്ങള് ഗ്ലാസ് മാത്രം വരുമ്പോ ഭയങ്കര ചൂടും വരും. രണ്ടാമത് ചെയ്തതാ. ഓ ഗ്ലാസ് മാത്രം ആദ്യം ഉണ്ടായിരുന്നു. ഗ്ലാസ് മാത്രമല്ല, എന്നിട്ട് പിന്നെ വ്യൂ ആയിരുന്നു. രാത്രിയൊക്കെ ഭയങ്കര രസാ. കറക്റ്റ് ഇവിടെ നല്ല രസമായിരുന്നു. പക്ഷെ ചൂട് നമ്മുടെ നാട്ടിൽ ഭയങ്കര. ലഞ്ച് കഴിക്കാനൊന്നും ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ലഞ്ച് കഴിച്ച് ടി വി കാണാൻ പറ്റില്ല അല്ലേ? ഓക്കെ, നമുക്ക് മുകളിലേക്ക് പോയാലോ? സ്റ്റെപ്സ് ഒക്കെ ഇത് അണ്ടർഗ്രൗണ്ട് ഒരു വർക്ക് സ്പേസ് ആണ്. പോകാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം. ഓക്കെ. സിസ്റ്റം കംപ്ലൈന്റ് ആയതുകൊണ്ട് അതിനകത്തൊന്നും വർക്ക് ചെയ്ത് കാണിക്കാൻ പറയരുത്. ഇല്ല, ഇല്ല അതിനകത്ത്. ഇതൊക്കെ വുഡൻ തന്നെ സ്റ്റെപ്സ് ഒക്കെ. വീട്ടിലുള്ള കണ്ണൂരുള്ള കുറച്ച് മരങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം അതൊന്ന്. ഇതാണ് മിഥുൻ ചേട്ടന്റെ പണിപ്പുര, പാട്ടുപുര. ഓക്കെ. ഇതിന് കയറുമ്പോ തന്നെ ഒരു ഡിവൈൻ എനർജി ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ല രസമുണ്ട്. ദച്ചുട്ടി ഇവിടെ വരാറുണ്ടോ? പാട്ട് വരാറുണ്ട്. അവളെ ക്ലാസ് ഇത് ഈസി ഒക്കെ ഇട്ട് ഇങ്ങനെ നല്ല കോസി റൂമായി. അതെ അതെ അതെ, ഭയങ്കര ഒരു സൈലൻസ് ഉള്ള സ്ഥലമാണ്. ഇതാണ് നമ്മുടെ വീടിന്റെ എന്താ പറയാ അടിത്തറ. അത് അതായത് ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള പറമ്പായിരുന്നു. അപ്പം ഇവിടെ നിന്നുള്ള മണ്ണെടുത്ത് മേലേക്ക് ഇട്ടിട്ട് അത് നിരപ്പാക്കി. ഇവിടെ ഒരു ഇത് സ്റ്റോൺസ് വെച്ചിട്ടല്ലേ? ഇത് അടിത്തറ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ കല്ല് അങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. അതിന്റെ ഒരു തണുപ്പ് നിൽക്കുന്നത് അല്ലേ? ഇതെന്താണ്, പുതിയ വിശേഷമാണോ? ഇതാണ് പുതിയ വിശേഷം. ഞങ്ങളുടെ ബാൻഡിലെ ലോഞ്ച് ആയിരുന്നു, അത് കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോ അതിന്റെ ഒരു ഓർമ്മയ്ക്ക് അതിൽ നിന്നൊരു പീസ് എടുത്ത് കൊണ്ടുവന്നു. ഓക്കെ, ഇവിടെ വന്നപ്പോ എനിക്കൊരു ആഗ്രഹം, നിങ്ങളെ ഒരു പാട്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ട്. ഇതാണ് അതിന്റെ ഒരു പെർഫെക്റ്റ് റൂം. എന്താ പാടാ? ഓക്കെ, നീ ഞാനും പാടാം. നീ ഞാനും ആക്ച്വലി മോളും ഞാനും എല്ലാരും കൂടെ ഫസ്റ്റ് നീ ഞാനും പാടുന്നത് ഫസ്റ്റ് ലൈൻ അവളാ പാടിയേക്കണേ. അപ്പൊ അത് പാടാം എല്ലാരും കൂടെ. നീ ഇതാണ് പിച്ച്. അപ്പൊ നീയും ഞാനും ഒന്നാണ്, കാലം തന്ന നിധിയാണ്. ഞാൻ കാത്തിരുന്ന കനി നീ, എൻ കണ്ണിൽ നിറയും കണി നീ. ഞാൻ കവിത എഴുതും മൊഴി നീ, പൂങ്കൊടി നീ. സുകൃതം നീ, സുഖവും നീ, സകലം നീ, അഖിലം നീ. എനിക്ക് ഗൂസ് ബംസ് ഞാൻ ലൈവായിട്ട് കേൾക്കല്ലേ. ഇറ്റ് ഇസ് സോ സ്പെഷ്യൽ. ഓക്കെ, നമുക്കിനി പുറത്തേക്ക് പോവാം. ഓക്കെ, ഇത് വെറുതെ ഒരു സ്ഥലമാണ് അത്. അതായത് വർക്കിനെ വരാൻ വേണ്ടി വീട്ടിനകത്ത് കയറാണ്ട് ഇതിലേ വരാലോ. ഓക്കെ. അപ്പം ഇത് വേറെ ആയിട്ടിരിക്കും സമാധാനമായിട്ട്. ഈ അണ്ടർഗ്രൗണ്ട് പ്ലാൻ ഈ ഏരിയ സ്ലോപ്പ് ആയതുകൊണ്ട് വന്നതാണ്. അങ്ങനെ അതായത് സ്ഥലം കണ്ടിട്ട് ഡിസൈഡ് ചെയ്തതാ.
എല്ലാം സ്പോണ്ടേനിയസ് ആയിരുന്നു. യെസ്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. കുട്ടി കുട്ടി ക്യൂട്ട് മിറേഴ്സ് എല്ലാ സൈഡ് എല്ലാ വാൾസിലും ഫിക്സ് ചെയ്ത് വെച്ച്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് എനിക്ക് തോന്നുന്നു ഈ വീടിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാന് നമ്മളെ വീട് വരണേക്ക് മുന്നേ തന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ ചെറിയ സാധനങ്ങൾ മേടിച്ച് വെച്ചു. ഓക്കെ. ഒന്നും ഭയങ്കര എബവ് 500 ഉള്ള ഒരു സാധനം പോലും ഉണ്ടാവില്ല അവിടെ. ഇല്ല, എല്ലാം ബിലോ 500 ആണല്ലേ. ഉറപ്പായിട്ടും എല്ലാം അങ്ങനെ സാധനങ്ങളാ. ഇത് ഭയങ്കര ഒരു ലുക്കാണ് കേട്ടോ. ഇവിടെ നിന്നാല് എല്ലാം കാണാം. വെരി സ്പെഷ്യൽ. യെസ്, ഇത് അതെന്റെ ബ്രദറാണ്. ഓക്കെ. എല്ലാ വോളിലും നിങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മെമ്മറീസ് നിങ്ങൾ ഉണ്ട്. കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനും മുകളിലേക്കുണ്ട്. അതിപ്പോ തൽക്കാലം ഷൂക്കേസ് ഒക്കെ വെക്കുന്ന ശരിക്കും സ്ഥലമാണ്. എത്ര വിലയാ. താഴെ ഒന്ന്. വായോ. ഓക്കെ. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. Yes. യെസ്. ഓക്കെ. ഇതാണ് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. ഓ, ഇതാണ് രാവിലെ എഴുന്നേക്കുന്ന കാഴ്ച. ഞങ്ങള് വെരി നൈസ്. മഴയൊക്കെ പെയ്യുമ്പോ ഭയങ്കര രസാണ്. നല്ല വ്യൂ ആയിരിക്കും അല്ലേ. സൺറൈസും വെറുതെ അല്ല ദച്ചൂട്ടി ഇവിടെ തന്നെ കിടക്കുന്നത് അല്ലേ. പിന്നെ ഇടയ്ക്ക് സ്ഥലം ഇല്ലെങ്കിൽ ഇവിടെ ഒരു മാട്രസ് ഇട്ടിട്ട് ഞാൻ ഇവിടെ കിടക്കും. അപ്പൊ ഇവിടെ ഡയറക്റ്റ് വ്യൂ മുണ്ട്. നല്ലൊരു വ്യൂ ആണ്. ഫോട്ടോ അതെങ്ങനെ അവിടെ ഒരു വിൻഡോ എന്നുള്ള പ്ലാൻ? അതൊക്കെ വാജിതാണ്. ആർക്കിടെക്ട് അദ്ദേഹത്തെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഏതോ സിനിമയില് പറയില്ലേ 10 തലയാണ്. നിങ്ങൾക്ക് മനസ്സിൽ കണ്ടത് ഈ സ്ഥലം എടുക്കാൻ കാരണം ഈ വ്യൂ ആണ്. എത്ര കാലം ഉണ്ടാവും അറിയില്ല, വേറെ ആൾക്കാരുടെ പറമ്പാണ്. പക്ഷെ ഇതൊരു ഭയങ്കര കൊച്ചി ടൗണിൽ 10 കിലോമീറ്റർ ഉള്ളൂ, 10-12 കിലോമീറ്റർ ഉള്ളൂ ഇവിടത്തേക്ക്. ഫ്രണ്ട് ഡോർ അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചേ ഇല്ല. ഇത് എന്താ വുഡൻ തന്നെയല്ലേ? ഇത് വുഡ് തന്നെയാ. ഇത് എല്ലാരും ഉണ്ടെങ്കിൽ ഇതിങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാ ഇതിലൂടെ നോക്കാൻ പറ്റും ആരാ പുറത്ത് നിൽക്കുന്നത്. അവർക്ക് ഇങ്ങോട്ടും നോക്കാൻ പറ്റും. അപ്പൊ തുറന്നിടാതിരിക്കാൻ സേഫ്. കൊതുകുള്ളത് കൊണ്ട് നമ്മള്. പക്ഷെ ഈ നെറ്റും ഇങ്ങനത്തെ ഒരു നെറ്റ് നമ്മൾ ശരിക്കും ഫുൾ ആൻഡ് പുഷ് നെറ്റ് അല്ലേ കാണാറ്. സ്ലൈഡ് ചെയ്യുന്ന നെറ്റാണ് അല്ലെ. ഇടയ്ക്ക് തുറന്നിടാറുള്ള സമയം ഇത് രണ്ടെണ്ണം പുറത്തുള്ളപ്പം പുറത്തിറക്കും. അവര് പുറത്തായിരിക്കും. പറന്നൊന്നും പോവില്ല. പുറത്തേക്ക് പോവില്ല. അതിനാണ് ഇത് ലോക്ക് ചെയ്തിടണേ. ഓക്കെ ഓക്കെ. എല്ലാം ലോക്കാ. അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം ലോക്ക്ഡ് ആണ്. അപ്പൊ പോവില്ല. നമുക്ക് കുറച്ചേരം ഇരുന്ന് സംസാരിച്ചാലോ? ഓക്കെ. ഇതില് നമുക്ക് അവാർഡ്സ് പറഞ്ഞപ്പോ എല്ലാ അവാർഡ്സിനെ പറ്റി സംസാരിച്ചു. പക്ഷെ ചേട്ടന് ആദ്യമായിട്ട് കിട്ടിയ അവാർഡ് ഇതിലേതാണ്? അത് മിർച്ചിയാണ്. മിർച്ചിയാണ്. അതിന്റെ ഒരു മെമ്മറി ഷെയർ ചെയ്യാമോ? അതിന്റെ പാട്ട് ആനന്ദ് ബാസുവിന് ഭയങ്കര ക്ലോസ് ഫ്രണ്ടാ. അപ്പൊ ഞങ്ങളൊരു പുതിയ പാട്ട് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അതൊരു ഇൻഡിപെൻഡന്റ് ട്രാക്കാ. അപ്പൊ അവന്റെ പാട്ടിനാണ് ആദ്യമായിട്ടൊരു അപ്കമിങ് അങ്ങനെ എന്തോ ഒരു അപ്കമിങ് അല്ലേ അപ്കമിങ് സിംഗർ അവാർഡാണ് മിർച്ചി മ്യൂസിക്കിന്റെ. അത് പാട്ട് എന്തേ മുല്ലേ നീ വെളുത്തതെന്തേ മെയിൽ വെട്ടം വീണപ്പോളോ ഞാൻ നിന്നെ തൊട്ടാൽ നീ കറുത്തു പോവോ നീ എന്നെ തൊട്ടാൽ ഞാൻ വെളുത്തതാവോ എന്നാ ഞാനൊന്ന് തൊട്ടോട്ടെ മുല്ലേ തൊട്ടോട്ടെ. അതാണ് പാട്ട്. അപ്പം എനിക്ക് ബേണി സാറാണ് അവാർഡ് തന്നത്. അതൊരു ഭയങ്കര സ്പെഷ്യൽ. ബേണി ഇഗ്നീഷ്യസ് സാർ. ഓക്കെ. മിഥുൻ ചേട്ടന്റെ വീട് കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയർ ആയി ഇരിക്കുകയാണ് ഞാനും. ഇതുപോലത്തെ ഒരു വീട് ഡ്രീം ആയിട്ട് പണിയാൻ വേണ്ടിയിട്ട് ചേട്ടന്റെ ഫ്രണ്ട്സിൽ ആരെങ്കിലും നല്ല വീടുകൾ പണിയാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചിയിൽ ഇപ്പൊ ലീഡിംഗ് ആയി നിൽക്കുന്ന ഒരു ടീം ഉണ്ട്, മോശ ഹോംസ് എന്ന് പറയുന്നത്. നല്ല പ്രീമിയം രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീടുകൾ ചെയ്തു കൊടുക്കും. അപ്പൊ ചേട്ടന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അവർ ഇതുപോലെ തന്നെ ഇതിൽ നല്ല ഗംഭീരമായ വീടുകൾ പണിത് കൊടുക്കുന്ന ഒരു ടീമാണ്. സോ എവിടെ പോയി എന്തോ ഓർമ്മയിൽ പോയി. ഓക്കെ. സോ വെരി ഹാപ്പി ടു സീ യു. ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതില് ഐ എം സോ ബ്ലെസ്ഡ്. നിങ്ങള് ഇത്രയും വലിയ സിംഗേഴ്സിന്റെ കൂടെ എനിക്ക് ഇത്രയും ടൈം എന്നെ സംബന്ധിച്ച് എനിക്ക് വെരി ബ്ലെസ്ഡ്. ഞാൻ ടി വിയിലല്ലേ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പോൾ ഐ ഫീൽ സോ സ്പെഷ്യൽ ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾ എന്റെ കൂടെയുള്ള ടൈം എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നല്ല ചോദ്യങ്ങൾക്ക് നന്ദി. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.